അച്ഛന്മാർ സൈക്കിൾ എടുത്തതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. വരെ ഞാൻ ആദ്യമേ ചെയ്ത മോഡിഫിക്കേഷൻ സൈക്കിളിൻ്റെ ഹാൻഡിലാണ് മാറ്റിയത്. നേരത്തെ ഒരു ചെറിയ ഹാൻഡിലായിരുന്നു കടന്നതിൻ്റെ ഒറിജിനൽ. അത് മാറ്റിയിട്ട് ഇപ്പോൾ വലിയ ഹാൻഡിലാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ സൈസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ടെടുത്തതായിരുന്നു. ഇപ്പോൾ ഒരു നല്ലോണം നിൽക്കുന്നുണ്ട് ഈ ഹാൻഡിൽ. രണ്ടാമത് ചെയ്തത് സ്റ്റെമ്മാണ് മാറ്റിയത്. നേരത്തെ കിടന്ന സ്റ്റെം ഇതായിരുന്നു അച്ഛന്മാരെ, ഞാനിപ്പോൾ ഷോർട്ട് സ്റ്റെം ഇട്ടിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ചെയ്തത് ഷിഫ്റ്റർ മാറ്റി. നേരത്തെ ഷിമാനോടെ മേളിൽ സ്വിച്ച് വരുന്ന മറ്റേ ഷിഫ്റ്റർ നമ്പർ എഴുതി കാണിക്കുന്നത് അതായിരുന്നു. ഞാനിപ്പോൾ മൈക്രോ ഷിഫ്റ്ററാണ് കയറ്റിയേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ചെയ്തത് ഫുഡ് റെസ്റ്റ് കയറ്റി ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഞാൻ ഫ്രണ്ടിലെ ക്രാങ്കിൽ നിന്ന് 3 ടീത്ത് ഉണ്ടായിരുന്നു ഞാൻ, പക്ഷേ അത് ഫ്രണ്ടിലെ മറ്റേ മെയിൻ ടീത്ത് വലിയ ടീത്തില്ലേ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഡബിൾ ടീത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത ഫ്രീ വീൽ മാറ്റി. നേരത്തെ 7 സ്പീഡ് ഫ്രീ വീലായിരുന്നു, ഇപ്പോൾ ഞാൻ 9 സ്പീഡ് ഫ്രീ വീൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ഗിയർ മാറ്റിയിട്ടുണ്ട്. ബാക്കിലെ ഗിയർ ഒടിഞ്ഞു പോയായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഇപ്പം പുതിയ ഗിയർ കിടക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗിയറാണ്. പിന്നെ പെഡൽ മാറി, അലോയ് പെഡൽ കിടക്കുന്നത്, അലുമിനിയം അലോയ് പെഡലാണ് ഈ കിടക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ പിന്നെ ചെയ്തത് കണ്ട സീറ്റ് ഇതായിരുന്നു നേരത്തെ ഇട്ടിരുന്ന സീറ്റ്. ഇത് അടിയിൽ മറ്റേ ഇവിടം വെച്ച് ഒടിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ പഴയ സീറ്റ് തന്നെ എടുത്തിട്ടേക്ക്. ഇത് എൻ്റെ സൈക്കിൾ എടുത്തപ്പോൾ കിട്ടിയ സീറ്റാണ്. അതുകൊണ്ട് എൻ്റെ കോലം നോക്കി വെച്ചാൽ വരെ ഫുള്ള് കീറി പറഞ്ഞിരിക്കുക. ഇനി പുതിയ സീറ്റ് എടുക്കണം. പിന്നെ ഇത്രയേ ഉള്ളൂ വെച്ചാൽ വരെ. ഞാൻ ഇത്രയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ, ചെറിയ മോഡിഫിക്കേഷൻസൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.